കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഹാന ഷിനിനെയും കൊണ്ട് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവരവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും അത് ഹാനിന്റെ ചേച്ചിയാണെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവളും അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ആ സമയമാണ് മഴ വരാൻ പോകുന്നതായിട്ട് അവളും ശ്രദ്ധിക്കുന്നത്. ഇതിനു മുന്നേ ഷിന്ന് ഇവളെ കണ്ട സമയത്ത് ഞാൻ എന്തെങ്കിലും വ്യത്യാസമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ മുഖത്ത് വെള്ളം ഒഴിക്കാനായി ഷിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം വീണ് കഴിഞ്ഞാൽ ഷിന്നിനും ബോധം വരും എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവളവളുടെ കോട്ടൂരി ചേച്ചിക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട്. ചേച്ചിയും പറയുന്നുണ്ട്, നമുക്കിനി കണ്ടുമുട്ടാം, നമുക്കിനിയും സമയം ചെലവഴിക്കാം. പക്ഷെ ഹാനന് അത് സമ്മതമല്ലായിരുന്നു. അവളും കരയുന്നു. ആ സമയം ഷിന്നിനും ബോധം തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഷിന്നും അവളെയും കൊണ്ട് മഴ നനയാതിരിക്കാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്റെ ചേച്ചി എവിടെയാണ്? ഈ കാറിലുണ്ടോന്ന് ചോദിക്കുമ്പോ അവനും പിൻ സീറ്റില് ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അവളെങ്ങനെയാ നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുന്നത്? അവനും എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രേതങ്ങൾക്ക് എന്തെങ്കിലും നടക്കാത്ത ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ കയറാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യം വരികയാണെങ്കിലും അവർ എന്റെ ദേഹത്തേക്ക് കയറും. നിങ്ങളുടെ ദേഹത്ത് കയറിയില്ല എന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് സംസാരിക്കാനോ തൊടാനൊന്നും സാധിക്കില്ലല്ലേ? ഇല്ലെന്ന് അവനും. ഹാനും ഷിന്നോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്റെ വീട്ടിലേക്ക് വന്നുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അവനും സമ്മതിക്കുന്നു. അവൾ ഒരു ഡ്രസ്സൊക്കെ അവന് കൊടുക്കുന്നുണ്ട്. അവളും സോഹ്യൂൻ എന്ന് വിളിക്കുന്നുണ്ട്. അവനും അവള് വന്നിട്ടില്ല, ഞാൻ ഷിന്നു തന്നെയാണെന്ന് പറയുന്നുണ്ട്. സോഹ്യൂനാണെങ്കിൽ ഒരു ഡ്രാമയും കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ മരിച്ചു പോയത് കൊണ്ട് തന്നെ ഇതിന്റെ അവസാനം കാണാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഹാനും ഒരു ഗെയിം കളിക്കുന്നുണ്ട്. നമ്മളിവിടെ പാമ്പും കെട്ടയൊക്കെ കളിക്കുന്നത് പോലെ ഒരു സാധനം. അതിലൊരു ടാസ്ക് ഉണ്ട്. അതിൽ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ പണം കൊടുക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ അടി കിട്ടും. ഷിന്നും തോൽക്കുന്നുണ്ട്. ഹാനും അവനെ അടിക്കുന്നുണ്ട്. അവനും ഒരുപാട് അടി കിട്ടുന്നുണ്ട്. അവസാനം ഇവള് ഒരു ഗെയിം തോൽക്കുന്നുണ്ട്. അവനും ഇവൾക്ക് ഒരു അടി കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ കയ്യും പിടിച്ചു വെച്ച് അടിക്കാൻ നേരം അവന്റെ ദേഹത്തേക്ക് സൊഹ്യൂനും കയറുന്നുണ്ട്. അവള് ഹാനിനെ അടിക്കില്ല. ഷിനിന് ബോധം വരുമ്പോ ഹാനിന്റെ കൈ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. നീ അടിച്ചില്ലല്ലേ? ഇത് ശരിയല്ല കേട്ടോ. നിങ്ങള് രണ്ടുപേരും ഇപ്പൊ ഒരു ടീമാണല്ലേ? അതിനുശേഷം മരിക്കുന്നതിന് മുന്നേ സൊഹ്യൂന് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ അവൾക്ക് പോകാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. അവൾ ആ സമയത്ത് വീട്, സ്കൂള്, ട്യൂഷൻ ഇങ്ങനെയൊക്കെ മാത്രമേ പോയിട്ടുള്ളൂ. അല്ലാതെ ഒരു സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയം ഇവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇവരും കിടന്നുറങ്ങുന്നു. പക്ഷെ ശരിക്കും അവർ ഉറങ്ങി പോകുന്നുണ്ട്. അടുത്ത ദിവസം ഷിനിന്റെ സുപ്പീരിയറിന്റെ ഓഫീസിലേക്ക് അവന്റെ അച്ഛനും വരുന്നുണ്ട്. അയാളാണ് ഇവിടുത്തെ ചെയർമാൻ. സുപ്പീരിയറും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റാഫും കോൺഫറൻസ് റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനയാളും അത് വേണ്ട, എനിക്കിപ്പോ മീറ്റിംഗിനൊന്നും താല്പര്യമില്ല, നമുക്കൊരു ലഞ്ച് കഴിക്കാനായിട്ട് പോകാം, എനിക്കൊരു സ്ഥലം അറിയാം, അവിടേക്ക് പോയാൽ മതി. അയാൾ വരുന്നത് ഷിനിന്റെ അമ്മയുടെ റെസ്റ്റോറന്റിലേക്കാണ്. പക്ഷെ ഇത് സുപ്പീരിയറിന് അറിയില്ലായിരുന്നു. ഷിനിന്റെ അമ്മയെ കാണുമ്പോഴാണ് ഇത് അവരുടെ സ്ഥലമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അവരെ കാണാതിരിക്കാൻ വേണ്ടി അവന് മുഖം തിരിച്ചു നിൽക്കുന്നുണ്ട്. അമ്മയും ചെയർമാനോട് സംസാരിക്കുന്നുണ്ട്. അയ്യോ, എത്ര കാലമായി നിങ്ങളെ കണ്ടിട്ട്. സുപ്പീരിയറിനും അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്റെ ഒരു ഫ്രണ്ടായ ഒരു പ്രോസിക്യൂട്ടറുടെ ഭാര്യയാണ്. ചെയർമാനും എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. സുപ്പീരിയറും ഞാൻ പുറത്തേക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ അയാളും അത് വേണ്ട, നീയും കേൾക്കേണ്ട കാര്യം തന്നെയാണിത്. ഒരു വർഷം മുന്നേ ഞാൻ തളർന്നു വീണിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്കൊരു ഹാർട്ട് സർജറി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് കയറിയപ്പോഴാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. ഞാൻ മരിച്ചു പോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മരിക്കുന്നതിന് മുന്നേ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരുമല്ലോ. എനിക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ ഓർമ്മ വന്നു. ഞാനിവിടെ ക്ഷമ ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ എനിക്ക് അന്ന് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനവരും നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ നിങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ചെയർമാനും ഷിന്ന് നമ്മുടെ ഓഫീസിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സ്റ്റാഫ് അവനെ അപമാനിച്ചു വിട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കത് അറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ അവൻ വർക്ക് ചെയ്യുന്നുണ്ടോ? അതിനവരും ചെറിയൊരു ഓഫീസ് അവൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹവും അയാളുടെ കാർഡ് കൊടുക്കുന്നുണ്ട്. അവന് സമയം കിട്ടുമ്പോ എന്നെ വന്നൊന്ന് കാണാൻ കഴിയണം. ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്താ എത്രത്തോളം അവന് കേസുകൾ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഹാനും ചേച്ചിയും പാലസ് കാണാനായിട്ട് വരികയാണ്. അവർ രണ്ടുപേരും അവരുടെ ട്രഡീഷണൽ ഡ്രസ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. ചേച്ചി എന്ന് പറയുന്നത് ഇപ്പോ ഷിന്നാണല്ലോ. എല്ലാവരും അവനെ തന്നെ നോക്കുന്നുണ്ട്. സുഹീന് ഇഷ്ടപ്പെട്ട, അവൾ മരിക്കുന്നതിന് മുന്നേ ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇവരും ഒരു റെസ്റ്റോറന്റിലേക്ക് വരുന്നുണ്ട്. അത് സൊഹീൻ പറഞ്ഞിട്ടാണ്. ഹാനും അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. ചേച്ചിയും അത് ആസ്വദിച്ച് കഴിക്കുന്നു. അവളും ഹാനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഒരു വക്കീലായത് നിനക്ക് ഒരു പാട്ടുകാരി ആകാനായിരുന്നില്ലേ ആഗ്രഹം? അതിനവളും പാട്ടുകാർക്കിടയിൽ ഇപ്പൊ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്, വലിയ റീസൺ ഒന്നുമില്ല, വക്കീലായ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. നീയും നമ്മുടെ പാരന്റ്സും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവര് വിളിക്കുമ്പോ നീ എന്തുകൊണ്ട് എടുക്കാത്തത്? അതിന് ഹാനം ഞാൻ കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. എനിക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളും പോകുന്നുണ്ട്. ആ ഒരു ഹാന് പറഞ്ഞ ഉത്തരത്തിൽ അവൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവളും വെള്ളം എടുത്ത് മുഖത്തൊഴിക്കുമ്പോ ഷിനിന്റെ ദേഹത്തുനിന്നും ഇവളും പോകുന്നുണ്ട്. ഷിനും നിന്റെ അനിയത്തി എവിടെ? അവള് വാഷ്റൂമിലാണ്, ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം. അതിനവനും നമുക്ക് ഒരുമിച്ച് പോവാല്ലോ. അവളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് സമയം തരുന്നതാണ്. എന്റെ അനിയത്തിയുടെ കണ്ണുകളിലേക്ക് നോക്കിയ സമയം എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെ ഉള്ളപ്പോ അവൾ വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അവളും പുറത്ത് വന്നിരിക്കുന്നുണ്ട്. അവിടെയുള്ള കാഴ്ചകളൊക്കെ അവളും കാണുന്നു. ഹാന വന്നിട്ട് അവളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്, ഉടനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഇതുവരെ നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്റെ സഹോദരിയുടെ കൂടെ ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. നിങ്ങളില്ലായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു. അതിനെ കുറിച്ച്
കുറിച്ച് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിനവളും ഈ നന്ദി പറയുക, സോറി പറയുക, ഇഷ്ടമാണെന്ന് പറയുക, ഇതൊക്കെ കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഓർത്ത് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടതായിട്ട് വരും. അവള് ഇവിടെ നിന്നും പോകേണ്ടതായിട്ട് വരുമല്ലേ. അവനവനും എന്നെ കണ്ട എല്ലാ പ്രേതങ്ങളും ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഫാദറും പറയുന്നത് അതാണ് ശരിയെന്നാണ്. ഹാനം അവൾക്ക് എന്റെ കൂടെ നിന്നൂടെ. അതിനവനും ഈ ലോകം അവൾക്കുള്ളതല്ല. അവൾ ഇവിടെ ഇരുന്നു കഴിഞ്ഞാലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാനില്ലാതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അവൾ പോകുന്നതാണ് നല്ലതെന്നാണ് ഷിന്നും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളില്ലാതെ അവളും ഞാനും മാത്രം കഴിഞ്ഞു നോക്കട്ടെ. ഷിന്നു അത് സമ്മതിക്കുന്നുണ്ട്. ഹാനും വീട്ടിലേക്ക് വന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. സുഹീൽ, നീ ഇവിടെ ഉണ്ടല്ലോ. നിന്നെ കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എനിക്ക് കൃത്യമായി എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല. നമുക്കൊരു റൂൾ ഉണ്ടാക്കാം. നമ്മള് ടേബിളിന്റെ അടുത്തിരിക്കുകയാണെങ്കിൽ നീ എന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കണം. നടക്കുകയാണെങ്കിൽ എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. ഞാനിവിടെ ഇരിക്കുമ്പോ എന്റെ അടുത്ത് തന്നെ നീ ഇരിക്കണം. നീ എന്ത് പറയുന്നു? അവളും ഗെയിം കളിക്കുന്നൊക്കെ ഉണ്ട്. ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. അവളോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ശരിക്കും സൊഹ്യൂനും അവളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ അവൾക്ക് അവളെ കാണാൻ പറ്റില്ലല്ലോ. നിനക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ആണിത്, നീ കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് അവൾക്കും നീട്ടി വെക്കുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോ ഹാനനും എന്തൊക്കെയോ തോന്നുന്നുണ്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവളും ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. അവൾക്കിത് പറ്റുന്നില്ല. അവള് സംസാരിക്കുമ്പോ അവളും ഒറ്റയ്ക്കാരോടോ സംസാരിക്കുന്നത് പോലെയാണ് അവൾക്കും തോന്നുന്നത്. അവളും അതോർത്ത് കരയുന്നുണ്ട്. അവളെ കൊണ്ട് ഇതിന് സാധിക്കുന്നില്ല. ഇത് പുറത്തുനിന്ന് പ്രേതവും കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഷിനും വീട്ടിലേക്ക് വരുന്ന സമയം അമ്മയും കുറച്ച് ഫുഡ് പാക്ക് ചെയ്യുന്നത് അവൻ കാണുന്നുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? ഇതൊരു ഗിഫ്റ്റ് ആണ്. അപ്പോഴാണ് അവൻ ആ ഒരു കാർഡ് അവിടെ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. നിന്റെ അച്ഛന്റെ സുപ്പീരിയർ ആയിരുന്നു ഈ ചെയർമാൻ. ഇവിടേക്കൊന്ന് വന്നിരുന്നു. അയാളെന്നോട് ക്ഷമ ചോദിക്കുകയായിരുന്നു ഇത്രയും കാലം നോക്കാൻ വരാത്തതില്. അതിനവനും ഇത്രയും 20 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിനെ സഹായിക്കണമെന്നുണ്ട്. നിന്നോട് അദ്ദേഹത്തിന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ദേഷ്യമില്ലേ? അച്ഛന്റെ ഫ്യൂണറൽ നടക്കുന്ന സമയം ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛൻ അങ്ങനെ സംഭവിച്ചതിന് ശേഷം ഒരാളെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ? അതിനവരും വേറെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇദ്ദേഹമാണ് ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ മറക്കരുത്. അതിനവനും ഇതിനെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇവനും വിഷമിച്ചിരിക്കുന്നു. അതേസമയം തന്നെ പ്രേതവും വിഷമിച്ചിരിക്കുന്നത് ഇവനും കാണുന്നുണ്ട്. എന്ത് പറ്റി? നീ എപ്പോഴാ വന്നത്? ഹാൻഡ് എന്തെങ്കിലും പറ്റിയോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് അവളുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അവള് സംസാരിക്കുമ്പോ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ കാണാത്തത് കൊണ്ട് തന്നെ അടുത്തുണ്ടെങ്കിലും ഒരുപാട് ദൂരം അകലെയുള്ളത് പോലെയാണ് തോന്നുന്നത്. അവളും കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബോറടിക്കരുത് എന്ന് കരുതിയിട്ട് ഒരുപാട് എഫേർട്ട് അവൾ എടുക്കുന്നുണ്ട്. അവൾ അങ്ങനെ ജീവിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ കാരണം അവൾ ഒരുപാട് സഹിക്കുന്നുണ്ട്. എന്നെ അത് ഒരുപാട് വിഷമത്തിലാക്കുന്നുണ്ട്. ചിഹ്നം അവൾക്ക് പേടിയുണ്ട്. ഇനിയെങ്ങാനും നീ അവളെ വിട്ടിട്ട് പോയാലോ? അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സുഹിയനും അതുകൊണ്ടാണ് ഇവിടെ നിൽക്കാനിട്ട് എനിക്കും താല്പര്യമില്ലാത്തത്. അവളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഓരോ നിമിഷവും ഞാൻ വളരെ സന്തോഷത്തിലാണ്. അവളെ വിട്ടിട്ട് പോകാൻ എനിക്കും താല്പര്യമില്ല. അവളുടെ കൂടെ എന്നും ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇന്ന് അവളെ അങ്ങനെ കണ്ടപ്പോ ഞാൻ ചിന്തിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് എനിക്ക് തോന്നി. അവൾക്കും ജീവിതമുണ്ട്. അവൾ ഒരു സാധാരണ ജീവിതം നയിക്കണം. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് എനിക്ക് മതിയായി. ഒരു കാര്യം മാത്രം എനിക്ക് അവസാനമായി ചെയ്യണമെന്നുണ്ട്. അതെന്റെ ഫാമിലിയാണ്. അവളും പാരന്റ്സും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെനിക്ക് തീർത്ത് അവരെ ഒന്നിപ്പിക്കണം. പക്ഷെ ഇതെങ്ങനെയാ ചെയ്യുക? ചിന്നും നിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഏത് ഫുഡാണ് നിനക്കിഷ്ടം എന്ന് പറയുമ്പോ അവളും കുറച്ച് ഫുഡിന്റെ പേര് അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരി, നമുക്ക് അത് ചെയ്യാം. ഹാനോടും ഒരു കാര്യം ഷിൻ പറയുന്നുണ്ട്. അവള് ഇതിൽ എഴുതാൻ മറന്നുപോയതാണ്. അമ്മ ഉണ്ടാക്കുന്ന കുറച്ച് ഫുഡ് അവൾക്ക് ഇഷ്ടമാണ്, അത് കഴിക്കണമെന്നാണ് അവൾ എന്നോട് പറയുന്നത്. ഇവിടെ ഹാൻഡ് അമ്മയും കാണിക്കുകയാണ്. എനിക്ക് ഇപ്പോഴെങ്കിലും അവളോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. ഇനി വൈകിപ്പോയാ അത് നടക്കില്ല. ആ സമയം ഹാനും അവരെ വിളിക്കുന്നുണ്ട്. അച്ഛ, അമ്മ വീട്ടിലുണ്ടോ? ഉണ്ടെന്ന് അയാളും. നിനക്ക് അവരോട് സംസാരിക്കണോ? വേണ്ട അച്ഛ, ഞാൻ 5 മിനിറ്റിനകം വീട്ടിലേക്ക് വരുന്നതാണ്. അയാളും അവരോട് അവൾ ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇവിടെ ഷിന്നും ഹാനും ഒക്കെ ഇവരുടെ വീടിന് പുറത്ത് തന്നെയുണ്ട്. ഞാൻ അമ്മയോട് അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി തരാനായിട്ട് പറയാം. ഇവിടെ നിന്നാ മതി, ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അതിനവനും പതുക്കെ വന്നാ മതി, കുഴപ്പമൊന്നുമില്ല. അമ്മ പതുക്കെ ഫുഡൊക്കെ വെക്കട്ടെ. അങ്ങനെ ഇവള് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നിരുന്നാലും ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇവളും പോകുന്നു. അമ്മയും അവൾ ചോദിച്ച ഭക്ഷണം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മള് ഒരുപാട് നാള് കഴിഞ്ഞാണല്ലോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ടേബിൾ സെറ്റ് ചെയ്യാന്നൊക്കെ അച്ഛനും പറയുമ്പോ അവളും അത് വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. നീ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായല്ലോ, ഒരുമിച്ച് കഴിച്ചാ പോരെന്ന് ചോദിക്കുമ്പോ അവളും അത് വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഇവര് തമ്മിൽ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അന്നേരം അമ്മയും പറയാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ അവളോടും പറയുന്നുണ്ട്. എനിക്കിന്ന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോ അവളും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എനിക്ക് ഇപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്, എനിക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അമ്മയും ഒരു കാര്യം പറയുന്നുണ്ട്. അന്ന് ഇവളുടെ ചേച്ചിക്ക് ആക്സിഡന്റ് പറ്റിയ സമയം അവളെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും അവിടേക്ക് വന്നിട്ടുണ്ട്. ഡോക്ടറും അവൾ മരിച്ചു എന്ന് ഇവരോടും പറയുന്നുണ്ട്. ഇവരും കരയുന്നു. ഹാൻ അടുത്തേക്ക് വരുമ്പോ അമ്മയും നിയന്ത്രണം നഷ്ടപ്പെട്ട് നീ എന്തിനാ കൺസേർട്ടിന് അവളെ കൂട്ടിക്കൊണ്ടു പോയത്? അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്? നിനക്ക് ഒറ്റയ്ക്ക് പോയ പോരായിരുന്നോ? നീ നിന്റെ ചേച്ചിയോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് ഇവളാണ് ചേച്ചിയെ കൊന്നത് എന്നൊരു കുറ്റബോധം കൊണ്ടാണ് നടക്കുന്നത്. ഞാൻ നിന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എല്ലാം എന്റെ തെറ്റാണ്. മറ്റാരേക്കാളും ഷോക്കായി നിന്ന് പോയത് നീയായിരുന്നു. നിന്നെ സമാധാനിപ്പിക്കുന്നതിന് പകരം ഞാൻ നിന്നെ ബ്ലെയിം ചെയ്യുകയാണ് ചെയ്തത്. അമ്മയോട് നീ ക്ഷമിക്കണം. അവളും അല്ല, ഞാനാണ് അവളെ കൊന്നത്. നിങ്ങളുടെ മകളെ
ഞാൻ കൊന്നു. അതുകൊണ്ട് എന്നോട് ഒരിക്കലും ക്ഷമിക്കരുത്. അവരും ഇതൊന്നും നിന്റെ തെറ്റല്ല. ആ സംഭവിച്ചതില് നീ ഒരിക്കലും കുറ്റക്കാരിയല്ല. എന്റെ മോള് ഇത്രയും കാലം ഒറ്റയ്ക്ക് ഇതൊക്കെ സഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അമ്മയോട് നീ ക്ഷമിക്കും മോളെ. എന്റെ കുഞ്ഞിനോട് ഞാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോ അവളും പൊട്ടിക്കരയുന്നുണ്ട്. അമ്മയും അവളെ സമാധാനിപ്പിക്കുന്നു. നീയെല്ലാം തുറന്നു പറഞ്ഞതിന് എനിക്ക് സന്തോഷമുണ്ട്. ഇതെല്ലാം സൊഹ്യോനും കാണുന്നുണ്ട്. അവൾക്കും വളരെ സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഷിന്നിനും ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. അവനും അമ്മയോട് സോറി പറയുന്നുണ്ട്. ഇന്നലെ അമ്മയോട് ഞാൻ വഴക്കിട്ടു. ആ മനുഷ്യൻ ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഓർത്തില്ല. അമ്മ ഇന്നലെ ഉണ്ടാക്കിയ ഫുഡില്ലേ, അത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി, ഞാൻ കൊണ്ട് കൊടുത്തോളാം. നമ്മുടെ അച്ഛന് അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ആ മനുഷ്യൻ തെറ്റുകാരനല്ലല്ലോ. അത് കേൾക്കുമ്പോ അമ്മയ്ക്കും സന്തോഷമാകുന്നുണ്ട്. പിന്നെ ഫുഡും കൊണ്ട് ചെയർമാനെ കാണാനായിട്ട് വരുന്നുണ്ട്. അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനെ സഹായിക്കാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് വളരെ നന്ദിയുണ്ട്. ഞാനാ നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത്. നീ ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങളുടെ സ്റ്റാഫ് നിന്നോട് മോശമായിട്ട് പെരുമാറിയത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് എന്തുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്തുകൂടാ? അതിനവനും എനിക്കത് വേണ്ട. എനിക്ക് മറ്റു കുറച്ച് ക്ലയൻസ് ഉണ്ട്. എന്റെ സഹായത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അങ്ങനെയാണോ? എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്റെ അടുത്ത് വരാനായിട്ട് മറക്കണ്ട. അങ്ങനെ ചെയ്യാമെന്ന് ഷിന്നും പറയുന്നുണ്ട്. ഇവനും പുറത്തേക്ക് ഇറങ്ങുമ്പോ സുപ്പീരിയറിനെയും കാണുന്നുണ്ട്. അവനാണെങ്കിൽ ഷിന്നിനെ കണ്ണെടുത്ത കണ്ടൂടാ. നീ ഇവിടെ എന്തിനാ വന്നത്? ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ടാണോ? നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. അതിനവനും ഞാൻ ഇവിടെ എന്തായാലും ജോയിൻ ചെയ്യുന്നില്ല. അതെന്തായാലും നന്നായി. എന്റെ അച്ഛൻ വയസ്സാകുന്ന സമയത്തെ അവരുടെ ചില തോന്നൽ കൊണ്ടാണ് നിന്നെ ഇവിടേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നീ ഇവിടെ വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വക്കീലൊന്നും അല്ല. ഷിന്നത് കേട്ടിട്ട് നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് സത്യമാണോ? മറ്റേ പേനയില്ലേ, റെക്കോർഡ് ചെയ്യാനുള്ള പേന, എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? അതുകൊണ്ടാണോ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് നോക്കിക്കൊണ്ട് നിൽക്കാതെ അവനവന്റെ കാര്യം നോക്കാനായി പറഞ്ഞിട്ട് അവനും പോകുന്നുണ്ട്. ശേഷം ഹാനും ഷിന്നിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ സാറ്റർഡേ എന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ എന്റെ പാരന്റ്സിന് കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്റെ കൂടെ ഒന്ന് വരാനായിട്ട് സാധിക്കോ? അന്നമ്മ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കിയിട്ട് അവൾക്ക് കഴിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനവനും സമ്മതിക്കുന്നു. ശേഷം ഇവരും ഒരുമിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അവർ രണ്ടുപേരും ഹാനിന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവളും ഇദ്ദേഹത്തെ ഞാൻ ഡേറ്റ് ചെയ്യുന്നൊന്നുമില്ല, ഇദ്ദേഹം ഒരു ലോയർ ആണ്, പിന്നെ ഞങ്ങള് നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ അവളെയും കളിയാക്കുന്നുണ്ട്. ശേഷം ഹാനും അമ്മയും ചേർന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് സൊഹ്യോനും കാണുന്നുണ്ട്. എന്നിട്ട് ഇവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. പക്ഷെ ഷിന്നിന് പോർക്ക് അലർജിയാണ്. അവനും അലർജിക്കായിട്ടുള്ള മരുന്ന് നേരത്തെ കൂട്ടി തന്നെ കഴിക്കുന്നുണ്ട്. ഇവരൊരുമിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശേഷം ഹാനും വീട്ടിൽ നിൽക്കുന്ന സമയം അവൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നും മറ്റൊരു ലോകത്തേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഇത് കണ്ടതും അവൾ വേഗം തന്നെ ഷിന്നിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സൊഹ്യോനും ഷിന്നിനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഫാദറും ആ ഒരു മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡ് കത്തിക്കാൻ നേരം ഹാൻ അവിടേക്ക് വരുന്നുണ്ട്. അവള് പോയോ എന്ന് ചോദിക്കുമ്പോ ഷിന്നും അവൾ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവളും ചേച്ചിയോട് സംസാരിക്കുന്നു. ഈ കുറച്ച് ദിവസം എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. ഈ ഓർമ്മകൾ കൊണ്ട് ഞാൻ എന്റെ ജീവിതം മുഴുവൻ ഇവിടെ കഴിഞ്ഞോളാം. സൊഹ്യോനും വിഷമമാകുന്നുണ്ട്. അവളും ഹാനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡ് കത്തിക്കുന്ന സമയം അവളും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ ആണോന്നൊക്കെ ഷിന്നും അവളോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സൊഹ്യോൻ ഇവൾക്കായി ഒരു ഡയറിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവൾ ഒരു പിക്ചർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരും അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോയ സമയം എടുത്തിട്ടുണ്ടായിരുന്നതാണത്. ഷിന്നും ഒരുപാട് പേടിക്കുന്നുണ്ട് അതില്. ഇതൊരിക്കലും എന്റെ സഹോദരിയല്ല, കാരണം അവളിങ്ങനെ പേടിക്കാറൊന്നുമില്ല. നിങ്ങളല്ലേ ആ ടൈം ഉണ്ടായിരുന്നത്? അങ്ങനെയൊന്നുമല്ല, എനിക്കിതൊക്കെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അവളും എന്നാ പിന്നെ നമുക്ക് നാളെ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനായിട്ടുണ്ട്. അവനിൽ നിന്ന് പരുങ്ങുന്ന കാണുമ്പോ ഹാനും എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ചിലപ്പോ എസ് പറഞ്ഞെന്ന് വരാം. അവനും നിങ്ങള് എന്റെ കൂടെ നിൽക്കാമോ? നിങ്ങൾക്കിപ്പോ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. എന്റെ ഓഫീസിൽ നിങ്ങൾക്ക് വരാം, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. പക്ഷെ അവള് അതൊന്നുമല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളത് തുറന്നു പറയില്ല. ശേഷം ഷിനിന്റെ ഓഫീസിലേക്ക് ഒരു സ്ത്രീ വരുന്നുണ്ട്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.